കനത്ത മഴയിൽ തൃശൂരിലും പലയിടങ്ങളിലും വെള്ളം കയറി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഒരു സ്ലൂയിസ് ഗേറ്റ് തുറന്നു. നഗരത്തിലെ മനോരമ ജംഗ്ഷനിലും ഗുരുവായൂർ മമ്മിയൂരിലും മണ്ണൂത്തി ജംഗ്ഷനിലും റോഡുകളിൽ വെള്ളം കയറി. ഗുരുവായൂർ തൊഴിയൂരിൽ തെങ്ങ് മറിഞ്ഞ വീട് ഭാഗികമായി തകർന്നു. തൃശൂർ നഗരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് അധികൃതർ. ഏതായാലും തൃശൂർ ജില്ലയിലും കനത്ത ശക്തമായ മഴ തന്നെയാണ് പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഒരു സ്ലൂയിസ് ഗേറ്റ് തുറന്നിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്നാണ് എന്തായാലും ഡാമിന്റെ ഒരു സ്ലൂയിസ് ഗേറ്റ് തുറന്നിരിക്കുന്നത്. നഗരത്തിൽ പലയിടങ്ങളിലും മനോരമ ജംഗ്ഷനിലും ഗുരുവായൂർ മമ്മിയൂരിലും മണ്ണൂത്തി ജംഗ്ഷനിലും അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൊഴിയൂരിൽ തെങ്ങ് മറിഞ്ഞ ഒരു വീട് ഭാഗികമായി തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും തൃശൂർ ജില്ലയിലും കനത്ത നാശനഷ്ടം തന്നെയാണ് പലയിടങ്ങളിലും നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അനീഷ് ആന്റണി ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഏതായാലും പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഒരു തെങ്ങ് വീണ് ഒരു വീട് ഭാഗികമായി തകരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് ഗേറ്റ് തുറക്കുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തൃശ്ശൂരിലും മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ മറ്റ് പ്രദേശങ്ങളിൽ, മലമ്പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും മഴയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മഴ മൂലം നഗരത്തിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ, ഗുരുവായൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നഗരത്തിലാണെങ്കിൽ മനോരമ ജംഗ്ഷനിലും അതുപോലെ മറ്റ് മുണ്ടുപാലം ജംഗ്ഷനിലും ഒക്കെ വലിയ രീതിയിലുള്ള വെള്ളം കയറുന്ന ഒരു സംഭവം ഉണ്ടായി. ചെട്ടിങ്ങാടി ജംഗ്ഷൻ, ഇതെല്ലാം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നഗര പ്രദേശങ്ങളാണ്. ഗുരുവായൂർ തൊഴിയൂരാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തെങ്ങ് മുറിഞ്ഞ് വീട് ഭാഗികമായി തകർന്നത്. ആയിരങ്കണ്ണി ഉന്നതിയിൽ ഷിബുവിന്റെ ഓടിട്ട വീടാണ് എന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ വലിയ മഴയുള്ള ഈ സാഹചര്യത്തിൽ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ പുത്തൂര് കല്ലുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വീടിന്റെ മതിൽ ഇടിയുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനിടയിൽ ദാരുണമായൊരു മരണം കൂടി ഉണ്ടായി. തോട്ടിൽ വീണ ഒരു വയോധികൻ മരണപ്പെട്ടു. അത് മതിലകം പുതിയകാവിന് സമീപമാണ്. വീടിന് സമീപത്തുള്ള തോട്ടിൽ വയോധികൻ വീണ് മരണപ്പെട്ടത്. പുതിയകാവ് സ്വദേശിയായിട്ടുള്ള ശശിധരൻ, 75 വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹമാണ് ഈ തരത്തിൽ തോട്ടിൽ വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ തൃശൂർ നഗരത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പൂന്നം മേഖലയിലാണ് ഈ ക്യാമ്പ് ഉള്ളത്. അവിടെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ൊക്കെ വീടുകളിലേക്കും അടക്കം വെള്ളം കയറിയെന്നാണ് പറയുന്നത്. എന്തായാലും പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ്. ഇതിന് സമീപത്തുള്ള സ്കൂൾ കൂടിയാണ് ഈ പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചിട്ട് എന്തെങ്കിലും തരത്തിൽ വീണ്ടും മഴ ശക്തമാവുകയാണെങ്കിൽ, വെള്ളം വീണ്ടും വീടുകളിലേക്ക് ശക്തമായി കയറുകയാണെങ്കിൽ അവിടെയുള്ളവരെ മാറ്റാനാണ് ഈ ഒരു ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുണ്ടുപാലം ജംഗ്ഷനിലും വലിയ വെള്ളക്കെട്ടുണ്ടായി. നഗരത്തിൽ തന്നെയുള്ള സ്ഥലമാണ്. ഈ മുണ്ടുപാലം ജംഗ്ഷൻ മുതൽ ചേലക്കോട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ വെള്ളം കയറിയ റോഡ് താൽക്കാലികമായി ഇപ്പോൾ അധികൃതർ അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുണ്ടുപാലത്തിന്റെ ആ ജംഗ്ഷനിൽ നിന്നും ശക്തൻ സ്റ്റാൻഡിലേക്കൊക്കെ വരുന്ന റൂട്ടിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വരുന്നതാണ്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഒരു സ്ലൂയിസ് ഗേറ്റ് തുറന്നിട്ടുണ്ട്. ചാലക്കുടി പുഴയിലേക്ക് അധിക ജലം ഇപ്പോൾ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുഴയുടെ ഇരു കരകളിലുമുള്ള ആളുകൾക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മംഗലം ഡാം, പാലക്കാട് ജില്ലയിലാണ് ഈ ഡാം ഉള്ളത്. ഈ ഡാമും തുറന്നിട്ടുണ്ട്. ഈ ഡാം തുറന്നാൽ സ്വാഭാവികമായും ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള പുഴകളിലേക്ക് വെള്ളം എത്തും. അതുകൊണ്ട് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ദേശീയപാതയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തി എടക്കഴിയൂർ, പുന്നയൂരിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മലമ്പ്രദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നഗരത്തിലൊക്കെ മഴയ്ക്ക് കുറവുണ്ട്. നേരിയ രീതിയിൽ മാത്രമേ മഴ പെയ്യുന്നുള്ളൂ. പക്ഷേ പലയിടങ്ങളിലും മഴ ഇപ്പോഴും ശക്തമായി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഈ പറഞ്ഞ ചാലക്കുടി ഈ പുഴയുടെ തീരത്തുള്ളവർക്കും അതുപോലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്കും ഒക്കെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി, എന്തായാലും തൃശ്ശൂരിലും പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ ബ്ലൂ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഡാമിന്റെ ഒരു സ്ലൂയിസ് ഗേറ്റ് തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൊഴിയൂരിൽ തെങ്ങ് മറിഞ്ഞ ഒരു വീട് ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.